ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്ന് പി എൻ ജംഗ്ഷനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അടുത്തത് പി എൻ ജംഗ്ഷൻ എങ്ങനെയാണ് ജസ്റ്റ് ഫോം ചെയ്ത ഉടനെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു പി എൻ ജംഗ്ഷൻ എങ്ങനെയാണ് ഫോം ചെയ്യാന്നറിയോ? നമ്മൾ വിചാരിക്കും ഒരു പി ടൈപ്പ് ബാറും ഒരു എൻ ടൈപ്പ് ബാറും കൂടെ ഒരുമിച്ചെടുത്ത് വെക്കുകയാണ് പി എൻ ജംഗ്ഷനിൽ എന്ന് വിചാരിക്കും അല്ലേ? അല്ല, ആക്ച്വലി ഒരു സെമി കണ്ടക്ടർ എടുക്കും. നമ്മൾ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഡിവൈസ് എടുത്തിട്ട് ഒരു സിലിക്കൺ ബാർ എടുക്കും. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം ട്രൈവലന്റ് ഇമ്പ്യൂരിറ്റി വെച്ച് ഡോപ്പ് ചെയ്യും. അപ്പം അത് പി ടൈപ്പായി മാറി. അടുത്ത ഭാഗം എൻ ടൈപ്പ് ആക്കി മാറ്റും. എങ്ങനെ? പെൻഡാവലന്റ് ഇമ്പ്യൂരിറ്റീസ് വെച്ച് ഡോപ്പ് ചെയ്തിട്ട് അത് എൻ ടൈപ്പ് ആക്കി മാറ്റും. അപ്പോൾ പിയും എന്നും കൂടെ വന്നിട്ട് ഇടയിൽ ഒരു ജംഗ്ഷൻ ഉണ്ടാവും. എത്ര ജംഗ്ഷൻ ഉണ്ട്? ഒരൊറ്റ ജംഗ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ജംഗ്ഷൻ ഉണ്ടാവുന്നു. അപ്പോൾ അതിനെന്ത് വിളിക്കുന്നു? പി എൻ ജംഗ്ഷൻ എന്ന് വിളിക്കുന്നു. ഇതാണ് ഒരു ഡയോഡ് എന്ന് പറയുന്നത്. ഡയോഡ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ഭാഗങ്ങളുള്ള രണ്ട് ടൈപ്പ് സെമി കണ്ടക്ടർ ഉള്ള ഒരു ഡിവൈസ്. ഓക്കെ, അതിന് രണ്ട് ടെർമിനലുകളും ഉണ്ട്. വിളിക്കുന്ന പേരെന്തൊക്കെയാണ്? ആനോഡ്, കാഥോഡ്. ആനോഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്, കാഥോഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് ഉണ്ടാവുമ്പോൾ ഒരു ഡിപ്ലീഷൻ ലെയർ തനിയെ ഫോം ആവുന്നുണ്ട്. എങ്ങനെയാണ് ഡിപ്ലീഷൻ ലെയർ ഫോം ആവുന്നത് നോക്കാം. ഒരു പി ടൈപ്പ് മെറ്റീരിയൽ എന്തൊക്കെയുണ്ട്? മെജോറിറ്റി കാരിയേഴ്സ് എന്താണ്? മെജോറിറ്റി കാരിയർ ഹോളാണ് പി ടൈപ്പിൽ. ഇനി മൈനോറിറ്റി കാരിയർ എന്താണ്? ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, അത് കൂടാതെ ഇതിൽ നെഗറ്റീവ് അയോണുകളും ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ പി ടൈപ്പും എം ടൈപ്പും പഠിച്ചതാണ്. അടുത്തത് എൻ ടൈപ്പ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ കൂടുതലായിട്ട് എന്തുണ്ട്? മെജോറിറ്റി കാരിയർ ഇലക്ട്രോൺസും മൈനോറിറ്റി ഹോൾസുമാണ്. ഓക്കെ, ഇത് കൂടാതെ ഇതിൽ പോസിറ്റീവ് അയോൺസും ഉണ്ടാകും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഡിപ്ലീഷൻ ലെയറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഡിപ്ലീഷൻ ലെയർ എങ്ങനെയാണ് ഫോം ചെയ്യണമെന്ന് കഴിഞ്ഞാൽ, ഈ ജംഗ്ഷന് അടുത്തുള്ള ഇലക്ട്രോൺസ് ഹോൾസും ഉണ്ടല്ലോ, ഇലക്ട്രോൺസ് പി ടൈപ്പ് റീജിയനിലേക്ക് ഡിഫ്യൂസ് ചെയ്യുകയും ഹോൾസ് പി ടൈപ്പിൽ നിന്ന് എൻ ടൈപ്പിലേക്ക് ഡിഫ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ നടക്കുകയും ഈ ഭാഗത്ത് ബാക്കി എന്തുണ്ടാവും? കുറെ ഇമ്മൊബൈൽ അയോണുകൾ മാത്രം ഉണ്ടാവും. ഇവിടെ എന്തുണ്ട്? കുറെ ഇമ്മൊബൈൽ എന്ന് പറഞ്ഞാൽ അനങ്ങാത്ത ഇമ്മൊബൈൽ അയോൺസ് മാത്രം ഉണ്ടാകുന്നു. പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള അയോൺസ് മാത്രം ഉണ്ടാവുന്നു. നോ ചാർജസ്. അവിടെ എന്തില്ല? നോ ചാർജ് കാരിയേഴ്സ്, നോ ചാർജ്. അതുകൊണ്ടാണ് അത് ഡിപ്ലീഷൻ റീജിയൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ചാർജ് ഡിപ്ലീറ്റഡ് ആണ് ആ റീജിയൻ. ഓക്കെ, അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. ഒരു പ്ലസും മൈനസും ചാർജ് പോയിന്റ് ചാർജസ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാം അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും അല്ലേ? ആ ഫീൽഡ് കാരണം അവിടെ ഒരു ബാരിയർ പൊട്ടൻഷ്യലും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒരു ബാരിയർ പൊട്ടൻഷ്യലും ഉണ്ടാവുന്നുണ്ട്. ആ ബാരിയർ പൊട്ടൻഷ്യലിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? വോൾട്ടേജ് കേട്ടോ. അപ്പോൾ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ട് എവിടെ? ഈ ഡിപ്ലീഷൻ റീജിയനിൽ. അപ്പോൾ അവിടെ ഈ മൊബൈൽ അയോൺസ് മാത്രമേ ഉള്ളൂ, ചാർജ് ഇല്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഡിപ്ലീഷൻ റീജിയനെ കുറിച്ച്. ഇനി ഫോർവേഡ് ബയസ് എന്താണ്, റിവേഴ്സ് ബയസ് എന്താണെന്ന് നോക്കാം. ഫോർവേഡ് ബയസിൽ ഒരു പി എൻ ജംഗ്ഷൻ ഫോർവേഡ് ബയസിലേക്ക് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പി എൻ ജംഗ്ഷനിൽ പി ടൈപ്പിൻ്റെ അവിടെ പോസിറ്റീവും എൻ ടൈപ്പിൻ്റെ അവിടെ നെഗറ്റീവ് ഓഫ് ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഫോർവേഡ് ബയസിലാണ് എന്ന് പറയും. അതായത് പി ടൈപ്പ് മെറ്റീരിയലിൻ്റെ അവിടെ പോസിറ്റീവ് ഓഫ് ദി ബാറ്ററിയും എൻ ടൈപ്പിൻ്റെ അവിടെ നെഗറ്റീവ് ഓഫ് ദി ബാറ്ററിയും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? അത് ഫോർവേഡ് ബയസ്. റിവേഴ്സ് ബയസ് എന്താണ്? ഒരു പി എൻ ഉണ്ടെങ്കിൽ പിയുടെ അവിടെ നെഗറ്റീവും എന്നിൻ്റെ അവിടെ പോസിറ്റീവും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? അത് തിരിച്ച് കണക്ട് ചെയ്ത റിവേഴ്സ് ബയസ് ആയി. ഫോർവേഡ് ബയസിൽ എന്ത് ചെയ്യും? ഡയോഡ് കണ്ടക്ട് ചെയ്യും. ഡയോഡ് കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? സ്വിച്ച് ഓൺ ആയതുപോലെയാണ്. ഡയോഡ് കണ്ടക്ട്സ് ഇൻ ഫോർവേഡ് ബയസ്, സ്വിച്ച് ഈസ് ഓൺ. ഓക്കെ, എന്നാൽ റിവേഴ്സ് ബയസിലോ ഡയോഡ് ഡസ് നോട്ട് കണ്ടക്ട്. ഓക്കെ, ഡയോഡ് ഡസ് നോട്ട് കണ്ടക്ട്. ഇനി അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? സ്വിച്ച് ഓഫ് ആയതുപോലെയാണ്. ഓക്കെ, സ്വിച്ച് ഓഫ് ചെയ്തിരിക്കണ പോലെയാണ്. ഇവിടെ കണ്ടക്ട് ചെയ്യില്ല. ഇത് കട്ട് ഓഫ് പോലെയാണ്. ഓക്കെ, അപ്പോൾ ഒരു സ്വിച്ച് ഉണ്ടെങ്കിൽ ഇതിങ്ങനെയാണ് ഇരിക്കുക. എവിടെ? റിവേഴ്സ് ബയസിൽ. കാരണം എന്താ? സ്വിച്ച് ഓൺ ആയതുപോലെയാണ്, കണ്ടക്ട് ചെയ്യുന്നില്ല. എന്നാൽ ഇവിടെ എങ്ങനെയാണ്? ഇത് കണ്ടക്ട് ചെയ്യും. ഇവിടെ കണക്ഷൻ ഉണ്ട്. ഫോർവേഡ് ബയസിലാണെങ്കിൽ കണക്ഷൻ ഉണ്ട്. ഓക്കെ, റിവേഴ്സ് ബയസിൽ എങ്ങനെയാണ്? കണ്ടക്ഷൻ ഇല്ല. ഇനി ഫോർവേഡ് ബയസിൽ ഡിപ്ലീഷൻ റീജിയൻ വളരെ തിന്നായിരിക്കും. ഓക്കെ, ഡിപ്ലീഷൻ റീജിയൻ എന്താണ്? തിന്നായിരിക്കും. ഇവിടെ അടുത്ത ഡിപ്ലീഷൻ റീജിയനോ റിവേഴ്സ് ബയസിലത്തെ ഡിപ്ലീഷൻ റീജിയനോ വൈഡ് ആയിരിക്കും. അപ്പോൾ
ഇനി മറ്റൊരു കാര്യം, ഫോർവേഡ് ബയാസിൽ ഈ തിന്നായിട്ടുള്ള ഡിപ്രീഷൻ റീജിയൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു വോൾട്ടേജ് കൊടുത്തു തുടങ്ങിയ ഉടനെ സ്വിച്ച് അങ്ങോട്ട് കണ്ടക്ട് ചെയ്ത് ഇങ്ങനെ ഇതുപോലെ ആവില്ല, സ്വിച്ച് ഓൺ ആയതുപോലെ ആവില്ല. എന്തുകൊണ്ടില്ല? ക്ലോസ്ഡ് സ്വിച്ച് ആവില്ല. ഇതെന്താണ്? ക്ലോസ്ഡ് സ്വിച്ച് എന്നാണ് നമ്മൾ അതിനെ പറയാം. ക്ലോസ്ഡ് സ്വിച്ച് ആവില്ല. ഇവിടെ ഓപ്പൺ സ്വിച്ച് എന്നും പറയും കേട്ടോ. അപ്പോൾ ഇത് ക്ലോസ്ഡ് സ്വിച്ച് ആവില്ല. എപ്പോഴാണ് ക്ലോസ് ആവുക അറിയോ? എപ്പോഴാണ് ഇത് കണ്ടക്ട് ചെയ്ത് തുടങ്ങുക അറിയോ? ഞാനൊരു വോൾട്ടേജ് കൊടുത്തു, വോൾട്ടേജ് വേഴ്സസ് കറണ്ട് നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ, വോൾട്ടേജ് വേഴ്സസ് കറണ്ട് വരയ്ക്കുകയാണെങ്കിൽ, ഒരു വോൾട്ടേജ് കൊടുത്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ടേ കണ്ടക്ട് ചെയ്ത് തുടങ്ങുള്ളൂ, കുറച്ച് നേരം കഴിഞ്ഞിട്ടേ കറണ്ട് അതിൽ കൂടെ പാസ് ചെയ്യുള്ളൂ. ആ കുറച്ച് നേരം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇതിൻ്റെ ഈ ബാരിയർ പൊട്ടൻഷ്യൽ ഓവർകം ചെയ്യാനുള്ള സമയമാണ്. ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ? അത് ഓവർകം ചെയ്യാനുള്ള ഒരു വോൾട്ടേജ് കൊടുക്കണം. അപ്പോൾ അത് സിലിക്കൺ എത്രയാണെന്നറിയോ? സിലിക്കൺ ഒരു 0.7 വോൾട്ട് ആണെന്ന് നമ്മൾ പറയും. ജർമേനിയത്തിന് 0.3 വോൾട്ട് ആണെന്ന് പറയും. ഇത് രണ്ടും അല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ സിലിക്കണ് 0.7 വോൾട്ടും ജർമേനിയത്തിന് 0.3 വോൾട്ടും വന്നാൽ മാത്രമേ ആ ബാരിയർ പൊട്ടൻഷ്യൽ കഴിഞ്ഞിട്ട് മര്യാദയ്ക്ക് ഇത് കണ്ടക്ട് ചെയ്ത് തുടങ്ങുള്ളൂ. അത് നമുക്ക് അടുത്തതിൽ കാണാം. നോക്കൂ, ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സിൽ ഫോർവേഡ് ബയസിൽ നോക്കിയേ, ഒരു VF എന്ന് പറയുന്ന ഫോർവേഡ് വോൾട്ടേജ് കഴിഞ്ഞിട്ടേ ഇത് കണ്ടക്ട് ചെയ്ത് തന്നെ തുടങ്ങുള്ളൂ. അപ്പോൾ ഇതിനെ വിളിക്കണ പേരാണ്, VF-നെ വിളിക്കണ പേരാണ് നീ വോൾട്ടേജ്. ഓക്കെ, ആ വോൾട്ടേജ് കഴിഞ്ഞിട്ടേ നമ്മളിത് ഡയോഡ് കണ്ടക്ട് ചെയ്ത് തന്നെ തുടങ്ങുള്ളൂ. അപ്പോൾ അത് സിലിക്കൺ ഏകദേശം 0.7 വോൾട്ടും ജർമേനിയത്തിന് ഏകദേശം 0.3 വോൾട്ടുമാണ്. ഡയോഡിൻ്റെ സിമ്പിൾ ഇതാണ്. ഓക്കെ, ഇത് മറക്കരുത്. ഡയോഡിൻ്റെ സിമ്പിൾ പ്ലസ്, ആനോഡ് എന്ന് പറയുന്ന പ്ലസ് ഇതാണ്, നെഗറ്റീവ് ഇതാണ്. ഓക്കെ, കറണ്ട് പോകുന്നത് എങ്ങനെയാണ്? പ്ലസിൽ നിന്ന് മൈനസിലേക്കാണ്. കറണ്ടിൻ്റെ ഡയറക്ഷൻ ശരിക്കും എങ്ങനെയാണ്? ഇലക്ട്രോണിൻ്റെ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഇതാണ് ഫോർവേഡ് ക്യാര. റിവേഴ്സ് ക്യാര നോക്കൂ. റിവേഴ്സ് ക്യാര എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ തിരിച്ച് റിവേഴ്സ് ബയാസിലാവുമ്പോൾ കറണ്ട് കൊടുക്കുമ്പോൾ, വോൾട്ടേജ് കൊടുക്കുമ്പോൾ കറണ്ട് എങ്ങനെ മാറുന്നു? ചെറിയൊരു കറണ്ട് ഇവിടെ കാണുന്നുണ്ട് അല്ലേ? ഈ കറണ്ട് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് അറിയോ? ഇത് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്നാണ് ഇതിനെ വിളിക്കുക. എന്തുകൊണ്ടാണ് അത് ഉണ്ടാവുന്നത്? മൈനോറിറ്റി കാരിയേഴ്സ് കാരണമാണ് ഈ ഒരു ചെറിയ കുഞ്ഞു കറണ്ടെങ്കിലും ഉണ്ടാവുന്നത്. ഓക്കെ, മൈനോറിറ്റി കാരിയേഴ്സ് കാരണമാണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഉണ്ടാവുന്നത്. അപ്പോൾ അതിങ്ങനെ ചെറിയൊരു കറണ്ടേ ഉണ്ടാവുള്ളൂ. അത് പോയി ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തിയെന്നായിരിക്കും. ഒരു -50 വോൾട്ട് ഒക്കെ നമ്മൾ കൊടുത്തു എന്നായിരിക്കും റിവേഴ്സ് ബയസിൽ. അത് ബ്രേക്ക് ഡൗൺ ആയി പോകും. എന്താ പറ്റുക? അവിടെ ഒരു സെനർ ബ്രേക്ക് ഡൗൺ സംഭവിക്കും. സെനറോ അവലാഞ്ചയോ ബ്രേക്ക് ഡൗൺ സംഭവിക്കാം. നമുക്ക് പഠിക്കാനുള്ള സെനർ ബ്രേക്ക് ഡൗൺ ആണ്. സെനർ ബ്രേക്ക് ഡൗൺ സംഭവിക്കും, അല്ലെങ്കിൽ അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ അവിടെ സംഭവിക്കും. എല്ലാം കൂടെ ആ ഡിപ്ലീഷൻ റീജിയൻ ബ്രേക്ക് ആവും, ആ ബാരിയർ ബ്രേക്ക് ആവും. ഓക്കെ, എന്നിട്ട് അവിടെ ബ്രേക്ക് ഡൗൺ ആവും, നല്ല ഹെവി കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും, ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആവും. ഓക്കെ, അപ്പോൾ ഹെവി കറണ്ട് ഫ്ലോ ചെയ്ത് തുടങ്ങും. ഇത്രയാണ് ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനു മുമ്പുള്ള വീഡിയോസും എങ്കിലും ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ട് പോകണം കേട്ടോ, പരീക്ഷയ്ക്ക് പോകുമ്പോൾ. താങ്ക് യു.